പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, അനുദിനം വചനം ശ്രവിക്കുവാനായി കാതോർക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. അന്ന് ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. ചിലർ നിത്യജീവനായും ചിലർ നിത്യനിന്ദയ്ക്കുമായി പുറത്തു വരും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. ചിലർ നിത്യജീവനായും ചിലർ നിത്യനിന്ദയ്ക്കുമായി പുറത്തു വരും. യുഗാന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് 2 സ്ഥലത്തേക്കായിരിക്കും മനുഷ്യർ പോകാൻ പോകുന്നത്. ഒന്ന് നിത്യജീവനായ സ്വർഗത്തിലേക്കും, 2 നിത്യനിന്ദയുടെ സ്ഥലമായ നരകത്തിലേക്കും. യുഗാന്ത്യത്തിൽ മരിച്ചുപോയ സകല മനുഷ്യരും അന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് തന്നെയാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. എസെക്കിയേൽ 37-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പറയാണ്, എൻ്റെ ജനമേ, അന്ന് കല്ലറകൾ തുറന്ന് ഞാൻ നിങ്ങളെ ഉയർത്തും. നിങ്ങളെ ഞാൻ ഇസ്രായേൽ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും. അപ്പോൾ കല്ലറകൾ തുറന്ന് ഉയർത്തുന്ന ഇസ്രായേൽ ദേശം പുതിയ ജെറുസലേമാണ്, സ്വർഗമാണ്. അവിടേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും എന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.